ഹായ് ഹലോ ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാനാണെങ്കിൽ കൊടൈക്കനാൽ പോയൊരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക്. അപ്പം ഇത് ഞങ്ങൾ ഓൺ ദ വേ ആണ്, മൗണ്ടൻ റോഡ്സൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പോകുമായിരുന്നു. ഇതാണ് ഞാൻ നേച്ചർ കാണാൻ പോയപ്പം ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ നേച്ചറാണ്. ഇത് ഫ്ലവർ നേച്ചേഴ്സാണ്, അടിപൊളി ക്യൂട്ട് ഫ്ലവേഴ്സാണ്. എനിക്ക് ഈ ഫ്ലവേഴ്സ് എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെല്ലാം നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. പിന്നെ ഇതാണ് ഗായ്സ് കുഞ്ഞൊരു പാർക്ക് ഏരിയ. അവിടെ ഇരുന്നിറങ്ങിയ ശബ്ദം കേൾക്കും. പിന്നെ 2 ഊഞ്ഞാലുണ്ട്, സീസോണ്ട്, പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് വലിഞ്ഞു കയറാൻ. ആ ഒരു റൗണ്ട് അബൌട്ട് കണ്ടോ, അതിൽ നിന്നാടാനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നിന്നപ്പോൾ പടക്കമെന്ന് പറഞ്ഞ് താഴെ പോയി. ജസ്റ്റ് ഇത് സൗണ്ട് കേട്ടതാണ്. എൻ്റെ വായിൽ കൂടെ പോഹ പോകും. ഇവിടെ നല്ല തണുപ്പാണ്. എൻ്റെ ചെവിയിലിട്ടേക്കുന്നതും കയ്യിലിട്ടേക്കുന്നതും കാലിലിട്ടേക്കുന്നതും ഒക്കെ കണ്ടില്ല, അത്രയ്ക്ക് തണുപ്പായിരുന്നു. ഇതിൻ്റെ വായിൽ കൂടെ പോഹ പോകുന്നതാണ്. ആ കയ്യിലിട്ടേക്കുന്ന ഇപ്പം കാണിക്കുക. ഞാൻ അവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, അതിലാണ്. ഇനി ഇതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി തണുപ്പായിരുന്നു. ഞങ്ങൾ പോയത് കൊടൈക്കനാലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറി പോവാം. അവിടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ ഒരു ഊഞ്ഞാലുണ്ട്. അവിടെ ഇരുന്നിട്ട് എൻ്റെ പാൻറ്റ് മുഴുവനും മഞ്ഞ് കൊണ്ട് നനഞ്ഞ് ഇതായി കിടക്കുമായിരുന്നു. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു അടിപൊളി വ്യൂ ഉണ്ട്. പിന്നെ ഇത് ഒരു ഫ്ലവറാണ്, അടിപൊളി ഫ്ലവറാണ്. അപ്പുറത്തെ ഡേസീസ് നിൽപ്പുണ്ട്. ഞാനൊരു പൂമ്പാറ്റയായി മാറി. പൂമ്പാറ്റ പോലെ പറക്കുന്നുണ്ടായിരുന്നു. ഇത് അടിപൊളി റോസ്. ഇതിൻ്റെ ഫേവറേറ്റ് വണ്ണാണ്. ഇതിൻ്റെ ഒരു പേര്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഡെയ്സി എന്ന് പറയുന്ന പൂവാണ്. എന്തോ ഒരു പൂവാണ്. ഇത് കണ്ടോ ഗായ്സ്, ഇത് എന്തൊരു അടിപൊളിയാണിത്. എന്തൊരു കൂട്ടം കൂടി നിൽക്കുന്ന, അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെയും ഒരു പൂവിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് പറക്കാൻ നോക്കിയതാ, പിന്നെ ചെയ്തില്ല. താണ്ട് 2 ചേട്ടന്മാർ നിൽക്കുന്ന, ഒരു ചേട്ടനും ഒരു ചേച്ചിയുമാണ്. ഗൂസ് ചേട്ടന്മാരാണ്, അല്ലേ? ഗൂസ് ചേട്ടന്മാർ തന്നെയാണ്. ഒരു ചേട്ടൻ അവരുടെ ഫുഡും മണപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ടുപോയി താണ്ട് ആടി നടന്നു വന്നിട്ട് അവരുടെ ഒച്ച എൻ്റെ പൊന്നെ. ഇതാണെങ്കിൽ ലേക്ക് സൈഡ് വ്യൂ ആണ്. കണ്ട് ലേക്കിൻ്റെ ചുറ്റും ഞങ്ങൾ കറങ്ങുമായിരുന്നു. ലേക്ക് നല്ല വലിയ ലേക്കാണ്. എന്ത് വലിയ ലേക്കാണെന്ന് അറിയാമോ? ഇപ്പം ഞങ്ങളിങ്ങനെ ലേക്കിൻ്റെ ചുറ്റും ഇങ്ങനെ പോവാണ്. ഇപ്പം ഞങ്ങളുള്ള അപ്പർ ലേക്ക് വ്യൂവിലാണ്. ഇപ്പം മനസ്സിലായ എന്ത് വലിയൊരു ലേക്കാണ്. എൻ്റെ അമ്മച്ചിയോ, ഞാനൊരു ടെലസ്കോപ്പിൽ കൂടെ നോക്കിയായിരുന്നു. അപ്പം ഞാൻ ചർച്ചും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പം ഞാനാണെങ്കിൽ അവിടെ നിന്ന് വ്യൂ കാണുകയാണ്. എനിക്ക് ബോറടിക്കുകയാണ്. പിന്നെ ഞാനാണെങ്കിൽ അവിടെ നിന്നിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം അവിടെ നല്ല തണുപ്പില്ലായിരുന്നു. ഇച്ചിരി കാറ്റുണ്ട്, എൻ്റെ മുടി ഉണ്ടാവും, ചെറിയൊരു കാറ്റ്. അപ്പോൾ ഞാൻ ടെലസ്കോപ്പിൽ കൂടെ നോക്കുന്നതാണ് കാണുന്നത്. ഒരു ചർച്ചിൻ്റെ മാത്രമേ ഞാൻ കണ്ടത് ഓർമ്മയുള്ളൂ. അതിൽ കൂടെ കണ്ണിട്ട് നോക്കിയാൽ ഇത് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാം കണ്ടിട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെയ്തെല്ലാം ഒരുമിച്ചാണ്. ഇതാണ് ഗായ്സ് പില്ലർ റോക്സ് വ്യൂ പോയിൻ്റാണ്. അവിടെ എന്തൊരു തണുപ്പ്, എന്തൊരു മഞ്ഞുമായിരുന്നെന്നറിയാമോ? എൻ്റെ അമ്മച്ചേ, ആ പോകുന്നുണ്ടോ, അതാണ് മഞ്ഞ്, കോടമഞ്ഞ്, മിസ്റ്റി ഇംഗ്ലീഷിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. മിസ്റ്റി പില്ലർ റോക്സ് മുഴുവനും മിസ്റ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, ഇവിടെയും കൂടെ വാ മഞ്ഞേന്ന്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതാണ് പില്ലർ റോക്സ്. എന്താ പില്ലർ റോക്സ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഏത് സൈഡിലായിരിക്കുന്നത് അതാണ് പില്ലർ റോക്സ് എന്ന് പറയുന്നത്.
ഇത് കണ്ടോ ഗൈസ്, ഇതാണ് പില്ലർ റോക്സ് ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതാണ് പില്ലർ റോക്സ്, ഞാൻ ചൂണ്ടി കാണിക്കുന്നുണ്ട്. പിന്നെ അത് അടിപൊളി വ്യൂ ആണ്. പിന്നെ അവിടെ അത്ര ഇതൊന്നുമില്ല, ഞാൻ വെറുതെ അത് തൂക്കിയിട്ട്. അപ്പോൾ ഇവിടെ കുറേ ആനയുടെ സ്റ്റാച്ചു ഉണ്ടാകും. ഞാൻ ആദ്യം കണ്ടപ്പോൾ ശരിക്കും ആനയാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുട്ടം കണ്ടു, അപ്പോൾ ശരിക്കും ഒരു ആനയാണെന്നാണ് വിചാരിച്ചത്. അപ്പം ഇത് ടോയ് ഷോപ്സാണ്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇത് കണ്ടോ, പില്ലോയും ചെയ്ത് വെക്കുന്ന സാധനവും ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഞങ്ങളിപ്പോൾ ഡെവിൾസ് കിച്ചൺ ഗുണാക്കേവിലേക്ക്. ഗുണ എന്ന് പറയുന്നത് ഇത് ഷൂട്ട് ചെയ്തപ്പോഴാണ് ഗുണ കേവ്സ് എന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, ഇവിടെ മഞ്ഞ് മൂടി ഒന്നും കാണാതെ കിടക്കുകയാണ്. ഇവിടെ ഒന്നും ഒരു സാധനം പോലും കാണത്തില്ലായിരുന്നു ഞങ്ങൾ അങ്ങ് പോയപ്പോൾ. ഇത് കണ്ടോ ഗായ്സ്, ഇത് റൂട്ടാണ് ട്രീസിൻ്റെ. ഇത് കണ്ടോ ഗുണ. ഇത് കണ്ടോ, അവിടെ നിന്ന് ഞാനിപ്പോൾ എനിക്ക് അപ്പാടെ കൂടെ പോകുന്നുണ്ടായിരുന്നു, അത് നല്ലതായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ ഗുണ കേവ് കേവ് കേവ്. ഇത് ഞാൻ മൂങ്ങയാണ്. കുറേ കുരങ്ങനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ മഞ്ഞ് വന്നു, അതാണ് ഞാൻ പിടിക്കുന്ന പോലെ ആക്ട് ചെയ്തത്. അതൊന്നും മഞ്ഞൊന്നും പിടിക്കുന്നില്ല. അയ്യോ, അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ മഞ്ഞിങ്ങനെ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഒന്നും കാണാവുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടാണ്. ഞാനിപ്പോൾ സ്നോ പിടിക്കാൻ നോക്കുവാണ്. സ്നോ അല്ല, മഞ്ഞ് നോക്കാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വഴക്ക് ഉണ്ടാക്കുന്നതിന് കറങ്ങിയിരിക്കണം. ഞാൻ തിരിച്ചു പോയിരുന്നു ആ മരം ഒടിഞ്ഞിരിക്കുന്ന സ്ഥലത്ത്. പിന്നെ അവിടെ നല്ല മഞ്ഞാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. കാശപ്പം ഇവിടെ ഒന്നും കാണത്തില്ല. എൻ്റെ അമ്മ ഇവിടെ ഒട്ടും കാണത്തില്ല. അവിടെ മരങ്ങളുണ്ടെന്ന് അറിയുന്നേ ഉള്ള ഇല്ല. ഒരു മരം മാത്രമേ ഉള്ളൂ തെളിഞ്ഞ് കാണാൻ പറ്റുന്നത്. അങ്ങോട്ട് പിന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ അവിടുന്ന് കറങ്ങി ചുറ്റി അവിടെയൊക്കെ എന്താ ചെയ്യുക. ഞങ്ങളവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഞ്ഞോടെ മഞ്ഞ്, ഒന്നും കാണാത്ത മഞ്ഞോടെ മഞ്ഞ്. പൊക്കത്തൊക്കെ നല്ല വലിയ ഓൾഡ് ട്രീസാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് ഓൾഡ് ട്രീസാണ് അവിടെ നിൽക്കുന്നത്. അവർക്ക് നല്ല ഇയേഴ്സ് ഉള്ളതാണ്. ഇത് ഗൈസ് പൈൻ ഫോറസ്റ്റ്. കുട്ടി ടൈഗേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയോ അങ്ങനെ, ഇവിടെ ഒന്നും കാണാനില്ല. അതുകൊണ്ട് ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട് ഇവിടെ. ഒരു വെള്ളയും ഒരു ബ്രൗണും കുതിരകളൊക്കെ ആണ് മത്സരത്തിന് റെഡി ആയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു കുതിരയെ കൊണ്ടുപോകുന്നുണ്ട്. കട്ട 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 കട്ട. അവിടെ ഒരു കുരങ്ങിയിരുന്ന് മൂടിൻ്റെ പൊക്കത്ത് കുരങ്ങിയിരുന്നു. ഇവിടെ മിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുമോ, ഒന്നും കാണാനില്ല. അവിടെ നിന്നെക്കാട്ടിലും ഒട്ടും കാണാനില്ല ഡെവിൾസ് കിച്ചനെ. അതൊരു ഇതാണ്, പക്ഷേ അത് കോസ്റ്റാണ്. ഇവിടെ ഒന്നും കാണാനില്ല, മഞ്ഞ മൂടി. കാണിക്കണം മുല്ലുമുല്ലുണ്ടോ ഞങ്ങളുടെ പോയിന്റിൽ പോയി. ഇപ്പം ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് ഉള്ളത്. ഞാൻ എടുത്തിരിക്കുന്ന ഒരു മാഷ്മെല്ലോ ഡിപ്പിങ്ങും പിന്നെ ഇതൊരു ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഹോട്ട് ചോക്ലേറ്റ് നല്ല ചൂടാണ്, ആ എക്സ്പ്രഷൻ കണ്ടാലേ അറിയാം. പിന്നെ ഞാൻ ഒരു മാഷ്മെല്ലോ കുത്തി എടുത്തിട്ട് മാഷ്മെല്ലോ കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഷേപ്പൊക്കെ ഉണ്ട്. മുക്കി മുക്കി മുക്കി
മുക്കി ചോക്ലേറ്റിൽ 1 2 അങ്ങനെ മുക്കി ചെയ്യുന്നുണ്ട്. 2 മൂന്നാമത്തെ തവണ ഡിപ്പ് ചെയ്തു. ഇനി കഴിക്കാൻ പോകുന്നു. കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റുണ്ട്. ഇത് ലേക്കാണ്. ഞങ്ങൾ വൈകുന്നേരം ഇത് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ പോയായിരുന്നു. ഇതാണ് ഗായ്സ് ലേക്ക്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടു ഗായ്സ്, ഹോഴ്സ് ഇപ്പം ഞാൻ സൈക്കിൾ അറൗണ്ട് ദി ലേക്ക്. ഞാനാണെങ്കിൽ 2 വീലറാണ് ഓടിക്കുന്നത്. ഇടയ്ക്ക് ആൾക്കാരെ കാണുമ്പോൾ അയ്യാ എന്നെ രക്ഷിക്കണേ എന്നായിരുന്നു പറയുന്നത്. പിന്നെ ഒരു അങ്കിള് അവിടെ ചവിട്ടിയ റോഡിൽ കൂടെ പോകുന്ന ആ അങ്കിള് പറഞ്ഞു വെരി ഗുഡ് കീപ്പ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവർ സൈക്കിൾ ഔട്ട് പോയത്. അപ്പം ഞാൻ അവിടെ തെന്നി കിടക്കുന്നതുകൊണ്ട് ഞാൻ പോകുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പാണ് എൻ്റെ ബോഡി ഗാർഡ്. അപ്പോൾ അപ്പായ ഞാൻ ഒട്ടിപ്പിക്കുമായിരുന്നു. കുറേ നേരം ഞാൻ ചവിട്ടി അങ്ങ് പോയി. തെന്നി കിടക്കുന്നതുകൊണ്ട് നല്ല പാടായിരുന്നു. ഞാൻ സൂന്ന് പറഞ്ഞോട്ടാ ഇടയ്ക്കൊരു ക്യാറ്റോ ഉറക്കമുണ്ട്. ഇത് കണ്ടു മേസ് മിററിലാണ് ഞാനിങ്ങനെ ഒരു ഡോറ് കണ്ടുപിടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലൂവും ഇത് വരുമ്പോൾ എനിക്ക് പേടിയാ ഗായ്സ്. പച്ചയും ബ്ലൂവും വരുമ്പോൾ എനിക്ക് ഒട്ടും പേടിയില്ല. അപ്പം ഞാനൊരു മാജിക് ഡോർ കണ്ടുപിടിച്ച് ഓപ്പൺ ചെയ്ത് പോവാണ്. അതിലും വലിയ ഒരു തപ്പി പോകേണ്ട ഒരു മിറർ മീസായിരുന്നു. ഒരെണ്ണത്തിൽ പോയി അങ്ങ് ടപ്പയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചിലതൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ പേടിച്ച് പോയി ദൈവമേ എൻ്റെ അത് ഗോസ് വല്ലതും ഉണ്ടോയെന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പം ഞാൻ ഇടയിൽ അപ്പടക്കോട എടുത്ത് കുത്തി നോക്കി പോവുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു. അപ്പം ഞാൻ കുട തിരിച്ചു കൊടുത്തു. അപ്പോൾ ഞാനാണെങ്കിൽ ലീഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരടിപൊളി സാധനത്തിലേക്ക് കണ്ണ് കറങ്ങാനുള്ള ഒരു സാധനത്തിലേക്ക് ഞാൻ പോവായിരുന്നു. ഗായ്സ് ഇത് കണ്ടു എൻ്റെ ഇപ്പം തന്നെ തല ചുറ്റുന്നു. ഇതാണെങ്കിലല്ലേ ഒരു വട്ടത്തിൽ കുറഞ്ഞൊരു സാധനമാണ്. എൻ്റെ ദൈവമേ, ഇത് നമ്മൾ കറങ്ങുന്നുണ്ടോ പോലെ തോന്നും. പക്ഷെ അത് ആ സ്ക്രീൻ കറങ്ങുന്നതാണ്. പക്ഷെ നമ്മൾ കറങ്ങുന്നില്ല, നമ്മൾ ജസ്റ്റ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പം ഞാനാണ് സോഫ. അപ്പം ഇതാണ് ഗേൾസ്. പിന്നെയും ലേക്ക് വ്യൂവിലേക്ക് കടന്നു റൂമിൽ പോകുന്ന വഴിയാണ്. എന്തൊരു അടിപൊളി കടകളാണെന്ന് നോക്കിക്കേ. എന്തൊരു കടകൾ, അങ്ങ് വരെ കടകളാണ്. ഞാൻ അപ്പം അവിടെ ഒരു ഫ്രൂട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുടിച്ചിട്ടും തീരാനില്ല. ഞാൻ എത്ര നേരം ചെപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെ തീർന്നില്ല. അത് പിന്നെ ഞാനങ്ങ് കുടിച്ച് തീർത്തു. എങ്ങനെയോ തീർത്ത്. പിന്നെ ഇത് ഞങ്ങൾ ബാക്ക് ടു ദി കോട്ടേജാണ്. ഇത് പിന്നെയും ആ കണ്ട വ്യൂ കണ്ടോണ്ട് അങ്ങ് പോകുക. ഇത് ലേക്കിൻ്റെ രാത്രിത്തെ ലേക്ക് വ്യൂ ആണ്. ഗായ്സ് ഇത് കണ്ടോ ഗായ്സ്, ഇത് മുഴുവനും ട്രീസിൻ്റെ ഒരു വ്യൂ കാണാൻ ഒരു സ്ഥലത്ത് ഇറങ്ങിയതാണ്. അങ്ങ് കണ്ടോ എന്തൊരു മഞ്ഞാണ്. അത് മഞ്ഞാണ് അതോ ക്ലൗഡാണോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് കണ്ടോ ഗായ്സ്, എന്തൊരു വീടും സ്ഥലമൊക്കെ ആണെന്ന് നോക്കി. എന്തൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അതിൻ്റെ ഇടയ്ക്ക് മൗണ്ടൻസും ഹൗസസും പറഞ്ഞ് അതൊരു വില്ലേജ് പോലെ തോന്നുന്നു എനിക്ക്. നല്ല അടിപൊളി. അവിടെ കൃഷിക്കാരൊക്കെ ഉണ്ട്. അവരുടെ വീടുകളാണ് കാണുന്നത്. ഇപ്പം ഞങ്ങളുള്ളൊരു ഫാമിലാണ്. അവിടെ ഞാനാണെങ്കിൽ ആടുകളെ കണ്ടു ഗേൾസ്. ആടുകൾ ഞാൻ താണ്ട ഓടി അങ്ങ് പോണു. ഇപ്പോൾ ഓടി വരുന്ന ഫണ്ണി ആയിട്ടാണ് തിരിച്ച് കണ്ടാണേ. ലാസ്റ്റ് കണ്ടോ ഞാൻ എന്തോന്റെ കല്ല് ബ്രിട്ടായി പോയി. ഇതുകൊണ്ട് ക്യൂട്ട് റാബിറ്റ്സ് ഒരാൾ പാത്രത്തിൽ കയറി അങ്ങ് സുഖമായിട്ടിരിക്കുകയാണ്. ആ വലിയ സാധനമില്ലേ
അതാ അമ്മ. കുഞ്ഞു സാധനത്തിനും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ദേ ഒരെണ്ണം പാത്രത്തിൽ കയറിയിരിക്കുന്നു. അത് ഫണ്ണിയായിരുന്നു. അത് ഞാൻ തൊടാൻ നോക്കുമായിരുന്നു. അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്മയെ തൊടാൻ നല്ല പേടിയായിരുന്നു. അമ്മറാട്ടിനെ തൊടാൻ നല്ല പേടിയായിരുന്നു. അത് ചിലപ്പം കടിക്കും, അല്ല ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കൈ വെക്കുമല്ലോ, അതൊന്ന് പേടിയാണ്. ഇത് കണ്ടോ കാണിക്കുന്നത്? അതിന് എത്തുന്നില്ല. എനിക്ക് ആ ഗ്രേനും പിന്നെ വൈറ്റിനും നല്ലൊരു ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അവർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലതൊക്കെ ഉറങ്ങുകയാണ്, ചിലതൊക്കെ ബോണായതേ ഉള്ളൂ. ഒരു വയസ്സ് പോലും ഇല്ല. ബാക്കി കാണുന്ന ഈ ചെറുതിനെല്ലാം ഒരു വയസ്സാണെന്ന് തോന്നുന്നു എനിക്ക്. ബേബി ഏക്ക് വേണ്ട ഒരെണ്ണം കാണിക്കുന്നവരുടെ മൂക്ക് പുറത്തിടുക. എൻ്റെ അമ്മ വേറെ കൂട്ടിലാക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തൊരു ഭംഗിയാണ് ഇവരെല്ലാം കാണാൻ. കണ്ടോ, ഞാൻ തൊട്ട് നോക്കുന്നത്, എനിക്കത് തിരിഞ്ഞു നോക്കുന്നത് പേടിയായിരുന്നു. ഒരെണ്ണ 2 കാലേ പോകുന്നുണ്ട്. അവർ തീറ്റ തിന്നുവാണ്. അപ്പോൾ 2 കാലേ പോയി ഒരെണ്ണം തിന്നുന്നു. അപ്പോൾ ഞാൻ ഒരു എക്സസൈസിലൊക്കെ കയറിയിരുന്നു. അയ്യാ എൻ്റെ അമ്മച്ചിയെ രസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനും അപ്പായും 8 years old റാം എന്ന് പറയുന്ന ആ ഒരു കുതിരയുണ്ട്. 8 yearsേ ഉള്ളൂ. പിന്നെ വേറെ എന്തോ മറന്നുപോയി, വേറെ ഹോഴ്സിൻ്റെ പേര്. അവർ രണ്ടുപേരും ട്വിൻസ് പോലാണ് ഇരിക്കുന്നത്. രണ്ടുപേരും കളറ് അടിപൊളിയാണ്. അപ്പം ഞാനും അപ്പായും കൂടെ പോകുന്ന എനിക്ക് കാല് വേനിച്ചിട്ട് വയ്യ. എൻ്റെ അമ്മ ആ സീറ്റിൻ്റെ അവിടെ എനിക്ക് നല്ല വേനുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഞാനും അപ്പായും കൂടെ ഹോഴ്സായിരുന്നു. ഇങ്ങനെ നടന്ന്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഇത് ഗൈസ് പോണ്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടാണ് ഈ വ്യൂ കണ്ടേ. എൻ്റെ പൊന്നമ്മച്ചിയെ എന്നാ ഭംഗിയാണ്. ഹായ് നല്ല ഭംഗിയുണ്ട്. ഹോയ് നല്ല ഭംഗി, അടിപൊളി വ്യൂ ആണ്. അവിടെ കുറച്ച് പേര് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് പോണ്ടി. അപ്പം ഞങ്ങളാണെങ്കിൽ ഇത് വ്യൂ ചിന്തിച്ചായിരുന്നു. അപ്പോൾ അവിടെ അവർ കൃഷിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അവരാണ് ഇത്രയും കൃഷി ചെയ്തത്. ഒരിപ്പോൾ ഇത്രാമത്തെ നിലയായിട്ടുണ്ട്. ഇതൊരു കുഞ്ഞൊരു ലേക്കാണ്. ഇതാരോ കുഞ്ഞൊരു പോണ്ടെന്ന് പറയത്തില്ല, എന്തോ ഒരു ഇത് കണ്ടാണ്. ഇതൊരു ഡാൻസ് ഉണ്ട്, ചക്ക്. ഇത് ഞാൻ ഉറങ്ങുവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്ഥലം. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.